അങ്ങനെ ഓരോ ഓണം കൂടി കഴിഞ്ഞു. ഒരു വയസ്സ് കൂടി, അഥവാ ആയുസ്സിൽ ഒരു വർഷം കുറഞ്ഞു എന്ന് പറയാം. പണ്ടൊക്കെ ഈ ഓണക്കാലം എന്ന് പറയുന്നത് പലവിധ കളികൾ കൊണ്ടും മറ്റ് വിനോദങ്ങൾ കൊണ്ടുമൊക്കെ സമ്പന്നമായിരുന്നു. ഇപ്പോൾ അതൊക്കെ വളരെ കുറഞ്ഞു. തലപ്പന്ത് കളിയോ അല്ലെങ്കിൽ വള്ളംകളി തന്നെയോ ഇപ്പോൾ ഇല്ലാതെ. കൊല്ലം സർക്കാർ കനിഞ്ഞ് വള്ളംകളി വേണ്ട എന്നാണ് തീരുമാനിച്ചത്. അതേക്കുറിച്ച് പിന്നീടൊരു എപ്പിസോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ആകെ ഒരു വിനോദമുള്ളത് ബിവറേജ് കോർപ്പറേഷനിലാണ്. ഇത്തവണ അവിടെയും കച്ചവടം കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കേരള സർക്കാർ ഈ ബാറുകാരെ സഹായിച്ച് ബിവറേജസുകാരുടെ വെള്ളം കൂടി മുട്ടുന്ന അവസ്ഥയിലെത്തി. ഇപ്പോൾ ആളുകൾക്ക് ബിവറേജിൽ പോകണ്ട, ബാറുകൾ നമ്മുടെ നാട്ടിലെമ്പാടും സുലഭമാണ്. അതവിടെ നിൽക്കട്ടെ, ഞാനിവിടെ പറയാൻ വന്ന വിശേഷം വേറെ ഒന്നാണ്. ഈ ഓണക്കാലത്ത് അരങ്ങേറുന്ന ചില പ്രത്യേക തരത്തിലുള്ള സമര പരിപാടികളുണ്ട്. അതിലേറ്റവും പ്രധാനം ഉപവാസ സമരമാണ്. ഓണനാളിൽ ഉപവസിക്കും ഇന്ന സംഘടനയുടെ പ്രവർത്തകർ, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയുടെ ആളുകൾ, ഇന്ന യൂണിയനിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന സമര പരിപാടികൾ അരങ്ങേറാറുണ്ട്. ഇത്തവണയും KSRTCയിലെ കുറച്ച് ജീവനക്കാർ, ഈ കോൺഗ്രസ് അനുഭാവമുള്ള സംഘടനയാണെന്ന് തോന്നുന്നു, മണ്ണുകൊണ്ട് പായസം ഉണ്ടാക്കി സെക്രട്ടേറിയറ്റ് പടിക്കൽ പിണറായി സഖാവിനെക്കുറിച്ച് തീരെ അഭിനന്ദനപരമല്ലാത്ത മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ചില ചാനലുകളിൽ കണ്ടു. KSRTCക്കാരെ ശമ്പളം കിട്ടുന്നില്ല, ശമ്പളം വൈകുന്നു, അല്ലെങ്കിൽ പെൻഷൻ കിട്ടുന്നേയില്ല എന്നൊക്കെയാണ് അവരുടെ പരാതി. അപ്പോൾ അവരുടെ സമരം ആ ഭാഗത്ത് നടക്കുന്നു. പക്ഷേ ഇത്തവണ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഈ പൂഞ്ഞാർ മണ്ഡലത്തിൽ കരിനിലം എന്ന സ്ഥലത്ത് കുറച്ച് ആളുകൾ റോഡ് വളരെ കാലമായിട്ട് ഗതാഗത യോഗ്യമല്ല എന്ന പരാതിയെ തുടർന്ന് സ്ഥലം MLA ആയിരിക്കുന്ന അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെ വീട്ടുപടിക്കൽ, MLA ഓഫീസിൻ്റെ പടിക്കലല്ല, MLAയുടെ വീട്ടുപടിക്കൽ നടത്തിയ സമരമാണ്. ഈ സമരത്തിൻ്റെ പ്രത്യേകത, ഈ സമരത്തിൽ പങ്കെടുത്തവർ പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ടാണ് സമരം നടത്തിയതെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ എനിക്ക് അയച്ചെന്ന് കാനഡയിലുള്ള ഒരു സുഹൃത്താണ്. ഈ പൂഞ്ഞാറിൽ നടക്കുന്ന സമരത്തെക്കുറിച്ച്, പൂഞ്ഞാറിലെ കരിനിലത്ത് നടക്കുന്ന സമരത്തെക്കുറിച്ച് കാനഡയിൽ നിന്നാണ് എൻ്റെ ക്ലിപ്പിങ്സ് അയച്ചത്. അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ കാണുക. കരിനിലം പശ്ചിമ കൊട്ടാരക്കട റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ 10:30 പൂഞ്ഞാർ MLAയുടെ വസതിക്ക് മുമ്പിൽ നടക്കുന്ന പഴങ്കഞ്ഞി കുടിച്ചുള്ള പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പരാതി എന്താ വെച്ചാൽ 4 കൊല്ലമായി ഈ റോഡ് പൊളിഞ്ഞെടുക്കും. അത് ശരിയാക്കിയെടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട MLA ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ ഒന്നും ഫലവത്തായിട്ടില്ല. റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ ആളുകളുടെ നടു 2 കഷ്ണവും, നടുവിൻ്റെ ബോൾട്ട് പോവും. അതൊഴിച്ചാൽ വേറെ യാതൊരു തകരാറുമില്ല. അപ്പോൾ ഈ പൊളിഞ്ഞ് കിടക്കുന്ന റോഡ് നന്നാക്കണം. ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഇവർ കഴിഞ്ഞ ജൂലൈ മാസം 7-ാം തീയതിയോ 9-ാം തീയതിയോ മറ്റോ നടു റോഡിൽ നാളികേരം ഉടച്ച് സമരം ചെയ്തു. അത് കണ്ടതുകൊണ്ടും ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണു തുറന്നില്ല. MLA 2-3 പ്രാവശ്യമൊക്കെ തിരുവനന്തപുരത്ത് പോയി, ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പോയി, ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ ഓഫീസിൽ പോയി, പിന്നെ കുഞ്ചമ്മയുടെ ഓഫീസിൽ പോയി, പല ഓഫീസിൽ പോയി. മന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു പിണ്ണാക്കും നടന്നിട്ടില്ല. റോഡ് പൊളിഞ്ഞ അവസ്ഥയിൽ തന്നെ തുടരുന്നു. ഇതാണ് അവരുടെ സങ്കടം. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു ചെറിയ തമാശ ഓർമ്മ. ആലുവയിൽ നിന്ന് പെരുമ്പാവൂർക്കുള്ള റോഡ് അത് ടാർ ചെയ്ത് മനോഹരമാക്കി ഗതാഗത സൗകര്യം വർദ്ധിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാരത് കുത്തിപ്പൊളിച്ചു. ഇപ്പോൾ അതിലെ പോകുന്നവരുടെ സ്ഥിതി വളരെ ശോചനീയമാണ്. അവരുടെ നടു വല്ലാത്തൊരവസ്ഥയിലാവും. വല്ല മൂലക്കുരുവുകളുള്ള ആളുകൾ അതിലെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ട്രാജഡി ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഒരു തമാശയാണ് ആലുവയിൽ നിന്ന് പെരുമ്പാവൂർക്ക് KSRTC ബസ് പോകുന്ന റൂട്ടിൽ ഉള്ളത്. പിന്നെ അത്യാവശ്യക്കാർ പ്രൈവറ്റ് ബസ് പോകുന്ന വേറൊരു റൂട്ടുണ്ട്, ആ റൂട്ടിൽ കൂടി പെരുമ്പാവൂർക്ക് പോകാം എന്നുള്ളതാണ് ആകെയുള്ളൊരു സൗകര്യം. അപ്പോൾ ഇങ്ങനെയുള്ള റോഡുകൾ നമ്മുടെ നാട്ടിലെമ്പാടും ഉണ്ട്. പക്ഷേ ഇതിൽ കൗതുകരമായിട്ടുള്ള കാര്യം കേരള കോൺഗ്രസ് MLA ആണ് കുളത്തുങ്കൽ എന്നുള്ളതാണ്. ഈ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേറെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും കേരള കോൺഗ്രസ്സുകാരന് MLA ആയി കഴിഞ്ഞാൽ ആ റോഡ് നന്നാവും. ആ റോഡ് മാത്രമല്ല, ആ മണ്ഡലത്തിലുള്ള എല്ലാ റോഡും നന്നാവും. ആ ഭാഗത്തേക്കുള്ള റോഡുകൾ നന്നാവും. എനിക്ക് കേരള കോൺഗ്രസിനോട് വ്യക്തിപരമായിട്ട് വലിയ വിയോജിപ്പുള്ള ആളാണ്. പക്ഷേ ഏത് ഗ്രൂപ്പുകാരനായിക്കോട്ടെ, മാണി ഗ്രൂപ്പ് ആയാലും ശരിയാണ്, ജോസഫ് ഗ്രൂപ്പ് ആയാലും ശരിയാണ്, ജേക്കബ് ഗ്രൂപ്പ് ആയാലും ശരിയാണ്, ഇനി PC ജോർജിൻ്റെ സെക്കുലർ കേരള കോൺഗ്രസ് ആണെങ്കിലും ശരിയാണ്. ഈ ജനാധിപത്യ കേരള കോൺഗ്രസിന് എനിക്ക് ഉറപ്പില്ല, അവരും മോശമാവാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും ആ റോഡ് നന്നാവും. റോഡ് നന്നാക്കിയേ തീരും. അത് അനുഭവമുള്ള കാര്യമാണ്. കേരള കോൺഗ്രസ്സുകാരനാണ് MLAക്ക് റോഡ് നന്നാവും. സംശയമുള്ളൊരു തൊടുപുഴ പോയി നോക്കിയാൽ മതി.
അല്ലെങ്കിൽ കടുത്തുരുത്തിയിൽ, മാണി സാർ ഉണ്ടായിരുന്ന കാലത്ത് പാലയിൽ, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ, ഈരാറ്റുപേട്ടയിൽ, എവിടെ നോക്കിയാലും നല്ല റോഡുകളാണ്. അത് ഈ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇവിടെ കുളത്തിങ്കൽ സെബാസ്റ്റ്യൻ MLA ആയിരുന്നിട്ട് പോലും ഈ കരിനിലം എന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതുപോലൊരു സമരം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാറിന് കേരള കോൺഗ്രസ്സുകാരൻ ഭരണപക്ഷത്തിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും റോഡ് നല്ലതായിരിക്കും. നമ്മുടെ അനൂപ് ജേക്കബിനെ തന്നെ നോക്കിയാൽ മതി. അനൂപ് ജേക്കബ് അത്ര വലിയൊരു പാർലമെൻറ്ററിയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ക്വാളിറ്റീസ് ഓഫ് ഹെഡ് ആൻഡ് ഹാർട്ടൊന്നും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പക്ഷേ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ പുള്ളി വലിയ ശ്രദ്ധയുള്ള ആളാണ്. എല്ലാ സ്ഥലത്തും അദ്ദേഹം എത്തിച്ചേരും, എല്ലാ ജനകീയ വിഷയങ്ങളിലും ഇടപെടും, പങ്കെടുക്കും. ജനങ്ങളുടെ ഒരു സേവകനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. റോഡുകൾ കണ്ടാൽ നമുക്ക് കൊതിക്കും. ഇത്ര മനോഹരമായ റോഡുകൾ പിറവം മണ്ഡലത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുപോലെ തന്നെയാണ് കേരള കോൺഗ്രസ്സുകാർ ഉള്ള മറ്റ് മണ്ഡലങ്ങൾ. മറ്റേ ജോസഫ് ഗ്രൂപ്പുകാരനായ നമ്മുടെ മോൻസ് ജോസഫിൻ്റെ മണ്ഡലത്തിൽ ആ റോഡുകൾ കണ്ടറിയാം. ഞാൻ പണ്ട് നമ്മുടെ AM ആരിഫ് MLA ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്, അത് 2017 ഭയങ്കരമായ മഴ പെയ്ത് ആലപ്പുഴ ജില്ലയിലെ എല്ലാ റോഡുകളും പൊളിഞ്ഞ് പാളീസായി കിടക്കുകയാണ്. അപ്പോൾ ആലപ്പുഴയ്ക്ക് വേറൊരു ഗുണമുണ്ട്. മിക്കവാറും MLA മന്ത്രിമാരാണ്. ചേർത്തലയിൽ തിലോത്തമൻ മന്ത്രിയാണ്, ആലപ്പുഴയിൽ ഐസക് മന്ത്രിയാണ്, അമ്പലപ്പുഴയിൽ സുധാകരൻ മന്ത്രിയാണ്, ഹരിപ്പാട്ട് മന്ത്രി അല്ലെങ്കിലും രമേശ് ചെന്നിത്തല മന്ത്രിക്ക് തുല്യനായ പ്രതിപക്ഷ നേതാവാണ്. ഇങ്ങനെ തൊട്ടപ്പുറത്ത് കുട്ടനാട്ടിൽ കുവൈറ്റ് ചാണ്ടി വരാൻ മന്ത്രിയാണ്. പക്ഷേ റോഡുകളെല്ലാം പൊളിഞ്ഞ് പാളീസായി കിടക്കുകയാണ്. കുറച്ചെങ്കിലും ഭേദപ്പെട്ട റോഡുകളുണ്ടായിരുന്ന ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഹരിപ്പാട് മണ്ഡലത്തിൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരിഫ് അരൂർ MLA ആണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ റോഡുകൾ പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഈ മഴ കാരണമുള്ള റോഡ് പൊളിഞ്ഞ് ഞങ്ങൾ നിയമസഭാ കമ്മിറ്റി ഈ റോഡുകളുടെ ഗുണനിലവാരം പഠിക്കാൻ വേണ്ടി ചിറാപ്പൂഞ്ചിയിൽ പോയിരുന്നു. വേഗം എന്താ ചിറാപ്പൂഞ്ചിയിൽ വിശേഷം? പുള്ളി പറഞ്ഞു, ചിറാപ്പൂഞ്ചിയിൽ എല്ലാ ദിവസവും മഴയുള്ളൂ, എന്നിട്ട് റോഡ് പൊളിയുന്നില്ല. അപ്പോൾ ഞാൻ ആരിഫിനോട് പറഞ്ഞു, ഇതാ നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ അപ്പുറത്ത് ഈ കായലിൻ്റെ മറ്റേ കരയിൽ കടുത്തുരുത്തി മണ്ഡലമാണ്, അവിടെ പോയി നോക്കിയാൽ മതി. ചിറാപ്പൂഞ്ചിക്കൊന്നും പോകണ്ട, അവിടെ ഒറ്റ റോഡ് പൊളിഞ്ഞിട്ടില്ല. ഞാൻ തലേ ആഴ്ചയിൽ പോയതാണ്. അവിടെ MLA കേരള കോൺഗ്രസ്സുകാരാണ്. കേരള കോൺഗ്രസ്സുകാരനാണ് MLA എങ്കിൽ റോഡ് പൊളിയുകയില്ല. പക്ഷേ ഈ കുളത്തുങ്കൽ സെബാസ്റ്റ്യൻ MLA ആയിരിക്കുന്ന പൂഞ്ഞാറിൽ റോഡ് എങ്ങനെ പൊളിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നാട്ടുകാർക്കൊരു അബദ്ധം പറ്റിയതാണ്. കുളത്തുങ്കലിൻ്റെ സ്ഥാനത്ത് ആ PC ജോർജ് ആയിരുന്നു MLA എങ്കിൽ അവർക്ക് തേങ്ങ ഉടച്ചോ അല്ലെങ്കിൽ പഴങ്കഞ്ഞി കുടിച്ചോ സമരം ചെയ്യേണ്ടി വരുമായിരുന്നില്ല. PC ജോർജ് തിരുവനന്തപുരത്ത് പോയി ചീഫ് എഞ്ചിനീയറുടെ തന്തയ്ക്ക് വിളിച്ചിട്ടാണെങ്കിലും അല്ല മരാമത്ത് മന്ത്രിയുടെ മുണ്ടിൻ്റെ കുത്തിരി പിടിച്ചിട്ടാണെങ്കിലും റോഡ് നന്നാക്കിയത്. അതിന് പഴങ്കഞ്ഞി കുടിക്കേണ്ടി വരില്ല, ചൂട് കഞ്ഞി കുടിക്കേണ്ടി വരില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പോയ ബുദ്ധി തിരിച്ചു വരികയില്ല. പോയ കാള കൊമ്പൻ കാള എന്ന് കേട്ടില്ലേ? ഇതാണ് ജനങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം. അവർ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കുളത്തുങ്കൽ സെബാസ്റ്റ്യൻ വോട്ട് ചെയ്തു, UDFകാരെ വോട്ട് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം ജയിച്ച MLA. അതുകൊണ്ട് ഇപ്പോൾ റോഡിൽ കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് MLA കേരള കോൺഗ്രസ്സുകാരനായാലും പോരാ, MLAക്ക് തൻ്റെ ഇടം ഉണ്ടാവും കൂടി ചെയ്യണം. എന്നാൽ മാത്രമേ നാട്ടിലെ റോഡുകൾ നന്നായിട്ട് കിടക്കൂ. ഏതായാലും ഇത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവർക്കും ഒരു ഗുണപാഠമായി തീരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. MLA ഏത് പാർട്ടിക്കാരനാണെന്നുള്ളത് മാത്രമല്ല, ആ തൻ്റെ ഇടം ഉള്ളവനായിരിക്കണം, കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ളവനായിരിക്കണം, ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നവനായിരിക്കണം. ഇതാണ് പാവപ്പെട്ട കരിനിലത്തെ നാട്ടുകാർക്ക് പറ്റിയ അബദ്ധം എന്നെനിക്ക് തോന്നുന്നു. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തിരുവനന്തപുരത്ത് പോകാത്തതുകൊണ്ടല്ല, അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ആളുകളെ കൊങ്ങയ്ക്ക് പിടിക്കാൻ കഴിവില്ലാതെ പോയതുകൊണ്ടാണ് ഇതുപോലൊരു ദുരന്തം സംഭവിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.